റവാത്തിബ് മൊത്തത്തിലില്ലെങ്കിലും മുഅക്കദായ ഒരു 10 ഉണ്ടെങ്കിലും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ അത് ശ്രദ്ധയോടെ കൊണ്ട് നടക്കുന്ന റമളാനിലെ ആള് തറാവി എല്ലാ ദിവസവും നിസ്കരിച്ചിട്ടുണ്ട്. 1-2 ദിവസം ക്ഷീണം വന്നപ്പോൾ കുറച്ച് റക്കാത്തിന്റെ എണ്ണം കുറഞ്ഞു എന്നല്ലാതെ 20 റക്കാത്തും തറാവി നിസ്കരിച്ചു. ആ സുന്നത്തുകളെ കൊണ്ടൊക്കെ ഈ ഫർളം കൊണ്ട് പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യല്ലേ. അതുകൊണ്ട് മുടക്കരുത്, പരമാവധി കൂട്ടിക്കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരായ ആൾക്കാരൊക്കെ ദീർഘ നിസ്കാരം നിസ്കരിച്ച പോലെ നിസ്കരിക്കാനൊന്നും നമുക്ക് കഴിയില്ല, നമ്മൾ ദുർബലരല്ലേ. പക്ഷെ ഉള്ളത് കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ അതിന് നമ്മളെ കൊണ്ടൊക്കെ ആകും. ആ ഒരു ശ്രദ്ധ അള്ളാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അപ്പോ നിസ്കാരത്തെ പറ്റി അങ്ങനെ ചോദിച്ചു, അമാനത്തിനെ പറ്റി ചോദിച്ചു. അമാനത്തൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ധർമ്മം ചെയ്തതില്ലേ പല ഭാഗത്തും? ആ ധർമ്മം ചെയ്തിട്ടുണ്ട്, പലയിടത്തും ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ച് ആ മേഖല അങ്ങോട്ട് പരിഹരിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ. അമാനത്ത് ഒരു നിർബന്ധമായ സംഗതിയാണ്. അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന വീഴ്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ദാനധർമ്മങ്ങളൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് വരികയാണ്. 3-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കാൻ പറയുന്ന വിഷയം സിലത്തുർ റഹ്മാണ്, കുടുംബബന്ധം ചേർത്തതാണ് അവിടെ ചോദിക്കുന്നത്. കുടുംബബന്ധം ചേർത്തിട്ടുണ്ടോ? കുടുംബബന്ധം നന്നായി പാലിച്ചിട്ടുണ്ട്, പുലർത്തിയിട്ടുണ്ട് എന്നാ മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിലേയും അവിടെ കുടുങ്ങിപ്പോകും. 4-ാമത്തെ സ്ഥലത്തെത്തുമ്പോ പ്രത്യേക ഒരു ചോദ്യം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ പോറ്റിയതിനെ സംബന്ധിച്ചാണ്. അവരെ സംരക്ഷിച്ചതും അവർക്ക് ഖിദ്മത്തെടുത്തതുമാണ് ചോദിക്കുന്നത്. 4-ാമത്തെ സ്ഥലത്തെത്തുമ്പോ മാതാപിതാക്കളെ പ്രത്യേകം അല്ലാഹു തആല എടുത്തു ചോദിക്കാനുള്ള കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദുനിയാവിൽ അവൻ ഏറ്റവും പൂർണ്ണ നന്ദിയുള്ളവനാകണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രം നിർവഹിച്ചാൽ പോരാ, മാതാപിതാക്കൾക്ക് കൂടി ശുക്ർ ചെയ്യണം. അതുകൊണ്ടല്ലേ അള്ളാഹു അത് ചേർത്തി പറഞ്ഞത്, അനിഷ്കുർലി വലിവാലിദൈക്, എനിക്കും നിങ്ങൾ നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിനുള്ള നന്ദിയൊക്കെ ഒരാള് പരമാവധി നിർവഹിച്ചിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയിട്ടില്ല, അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തിട്ടില്ല, ബന്ധം രൂഢമൂലമായി കൊണ്ടുപോയിട്ടില്ല, അവന്റെ ശുക്റായിട്ടില്ല. മാതാപിതാക്കളോടുള്ള ബന്ധം പ്രത്യേകമായി ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഇരിക്കട്ടെ, 5-ാമത്തെ സ്ഥലം എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിശോധിക്കാൻ പറയുന്നത് നാവിലൂടെയുള്ള കറകളൊക്കെ സൂക്ഷിച്ച ആളാണോ? നാവിലൂടെയുള്ള കറകൾ അറിയുമോ? ഏറ്റവും അധികം ദോഷങ്ങൾ ശരീരത്തിൽ വരുന്നൊരു അവയവം നാവാണ്. നാവിനെ പോലെ ദോഷം വരുന്നൊരു അവയവം ശരീരത്തിൽ വേറെയില്ല. അതുപോലെ ഒരു ദോഷം ഗുഹ്യസ്ഥാനത്തിന് വരെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നാവിനെ ആ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചത്. നാവിനെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ച ഒരു അവയവം ഏതാണ്? നാവിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ അതിന് ആദ്യം 2 അടപ്പ് പോലെ, സ്വർണമൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു പെട്ടി പോലെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഒരു സംവിധാനം അള്ളാഹു ഒരുക്കി. പിന്നെ പെട്ടെന്ന് പുറത്തേക്കിടാതിരിക്കാൻ ഒരു 10-28 കാവൽക്കാരെ നിർത്തി. അതാണ് പല്ല്. ചിലർക്ക് കാവൽക്കാർ കൂടുതലുണ്ടാവും, 32 ഉണ്ടാവും. അത് കുറച്ചേറെ കാവൽക്കാരുള്ള കൊടുത്തുകൊണ്ടാണ് പല്ലിനെ അള്ളാഹു തആല നിർത്തി. പെട്ടെന്ന് പുറത്തേക്ക് ചാടിക്കരുത്. പിന്നെയും പോരാ, അതിന് പുറമെ 2 അടപ്പായിട്ട് അള്ളാഹു തആല മേലെയും താഴെയും 2 അടപ്പായിട്ട് 2 ചുണ്ടും കൊടുത്തു. ഇങ്ങനെ ഭദ്രമായി സുരക്ഷിതമാക്കാൻ ഒരു അവയവം അള്ളാഹു ഇങ്ങനെ വെച്ചത് ഏതാ ശരീരത്തിൽ? സ്വകാര്യ അവയവത്തിന് പോലും ഇങ്ങനെ ഒരു മറ അള്ളാഹു തന്നിട്ടില്ല. ആ നാവിലൂടെയാണ് അധികം ദോഷങ്ങളും വരുന്നത്. നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. നാവിനെ സൂക്ഷിച്ച ആളാണ്, എന്നാലേ ആള് മുന്നോട്ട് പോകട്ടെ എന്ന് പറയും. ഗൈബത്തും നമീമത്തും ഷഹാദത്തു സൂറുമൊക്കെ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുന്ന അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം എന്ന് പറയുന്നത്. അവിഹിതമായ ഒരു വിഷയത്തിനും സാക്ഷി നിൽക്കാൻ പോകരുത്. എത്ര കിട്ടും ലാഭം എന്ന് എങ്ങനെ കണ്ടാലും ശരി, നമ്മൾ പോയി പോകാനോ ഒപ്പിടാനോ തുനിയാൻ പാടില്ല. എത്ര ആളുകളായിപ്പോ കുടുങ്ങിയത് നോക്ക് നിങ്ങള്.